Hi friends, welcome to Garam Masala, the magic spices of cooking. Green peas masala restaurant style. ഇന്ന് നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈൽ ഗ്രീൻ പീസ് മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ഗ്രീൻ പീസ് 1/2 കപ്പ്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, കാഷ്യൂ നട്ട്സ് 5 എണ്ണം, മല്ലിയില, എണ്ണ 2 ടേബിൾ സ്പൂൺ, ഉപ്പ്, സവാള 1 മീഡിയം സൈസ്, ഏലക്ക 3 എണ്ണം, ഗ്രാമ്പൂ 4 എണ്ണം, ചെറിയ ജീരകം 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ടൊമാറ്റോ ഒനിയൻ പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: സവാള 2 മീഡിയം സൈസ്, ക്രഷ് ചെയ്ത ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം, തക്കാളി 2 എണ്ണം വലുത്, കറിവേപ്പില, എണ്ണ 2 ടേബിൾ സ്പൂൺ, കസ്തൂരി മേത്തി 1 പിഞ്ച്. ആദ്യം നമുക്ക് ഗ്രീൻ പീസിനെ 4 മുതൽ 5 മണിക്കൂർ വരെ കുതിർത്തിയെടുക്കണം. അതിനുശേഷം ഇതിനെ നമുക്ക് പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ ഒനിയൻ പേസ്റ്റ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കണം. ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് സവാള, ഒരൽപ്പം ഉപ്പ് ഇവ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ സവാള സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് വഴറ്റാം. നമ്മുടെ സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ തക്കാളിയെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയെ മാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതിനെ നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ പീസ് മസാല തയ്യാറാക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് എണ്ണ, നെയ്യ് ഇവ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് ജീരകം, ഗ്രാമ്പൂ, ഏലക്ക ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കാം. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാളയെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ ഒനിയൻ പേസ്റ്റ് ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒനിയൻ പേസ്റ്റ് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൗഡറുകൾ ചേർക്കാം. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. നമുക്ക് ഇതിൻ്റെ റോസ്മെൽ പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർക്കാം. നമുക്ക് ഈ ഗ്രീൻ പീസും മസാലയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി ഒന്ന് തിളച്ചു വരട്ടെ. അടുത്തതായി ഇതിലോട്ട് നമുക്ക് കസ്തൂരി മേത്തി ചേർക്കാം. 1 പിഞ്ച് കസ്തൂരി മേത്തിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് ഓപ്ഷനിലാണ്. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർക്കാം. 5 കാഷ്യൂ നട്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി ഇതിലോട്ട് നമുക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഗ്രീൻ പീസ് മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ ചപ്പാത്തി, പറാത്ത, റൊട്ടി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.